Sevens Golden Diamonds, Ermalur, Vadadala. കൊച്ചി സിറ്റി കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കൊച്ചി നഗരസഭ ഫോർട്ട് കൊച്ചി മേഖല ഓഫീസ് വളയൽ സമരം സംഘടിപ്പിച്ചു. 11ാം ശമ്പള പരിഷ്കരണ അരിയർ ഉത്തരവ് കാലാവധി കഴിഞ്ഞ് 2 വർഷം പിന്നിടുമ്പോഴും നൽകാത്ത താൽക്കാലിക ജീവനക്കാരുടെ വേതനം 660 രൂപയിൽ നിന്നും 750 രൂപ നൽകാത്ത പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണ അരിയർ നൽകാത്ത ജീവനക്കാരുടെ LIC വീതം EPF വീതം നഗരസഭാ ഡയറക്ടറേറ്റിന് കീഴിലുള്ള CPF വീതം ശുചീകരണ തൊഴിലാളികളുടെ പങ്കാളിത്ത പെൻഷൻ വീതം എന്നിവ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ഭീമമായി കുടിശ്ശികയാക്കിയ നടപടി, PF താൽക്കാലിക വായ്പ, PF ക്ലോഷർ അപേക്ഷ വർഷങ്ങൾക്ക് ശേഷം കൊടുക്കുന്ന നടപടി, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും പെൻഷനും വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നൽകുന്ന നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നഗരസഭാ വളയൽ സമരം സംഘടിപ്പിച്ചു. കൊച്ചിൻ സിറ്റി കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസ് വളയൽ സമരം സംഘടിപ്പിച്ചത്. സിവിൽ സപ്ലൈസ് ജീവനക്കാർ, AITCയുടെ നേതൃത്വത്തിലുള്ള സിവിൽ സപ്ലൈസ് ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 2 ദിവസം 48 മണിക്കൂർ നീണ്ടുനിന്ന സമരം നടത്തി. ഞങ്ങളുടെ വകുപ്പ CPIയുടെ വകുപ്പ, CPIയുടെ മന്ത്രിയാണ് ഞങ്ങൾ സമരം നടത്തി. ഹൗസിംഗ് ബോർഡിലെ സെക്യൂരിറ്റി തൊഴിലാളികൾ, അതിന്റെ ചെയർമാൻ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. സമരം AITC സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. രാജു ഉദ്ഘാടനം ചെയ്തു. EPF ലോൺ എടുത്താൽ തിരിച്ചു പിടിക്കും, അത് കമ്പനി ഉടമസ്ഥന്മാർ പിരിച്ചെടുക്കും, അവിടെ അടയ്ക്കില്ല. LIC വായ്പ എടുത്ത തുക തിരിച്ചു പിടിക്കും, അവിടെ അടയ്ക്കില്ല. ചോദിച്ചാൽ പിരിച്ചുവിടും. ഞങ്ങൾ ചോദിക്കുക മാത്രമല്ല, അടപ്പിക്കാൻ തയ്യാറായിരിക്കുക മുന്നോട്ട് വരികയാണ്. പൈസ അടയ്ക്കാതെ ഈ ഇത്തരം സമരഭൂമിയിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ പൈസയാണ്, ഞങ്ങൾ വായ്പ എടുത്തു, ഞങ്ങൾ അധ്വാനിച്ചു, അതിൽ നിന്നുള്ള പൈസയാണ് ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചിട്ടുള്ളത്, ഞങ്ങൾ തിരിച്ചടച്ചിട്ടുള്ളത്. ആ തിരിച്ചടവിടെ വരുത്തണ്ടേ? നമുക്കൊരു അപകടം സംഭവിച്ചാലോ LICയെ സമീപിക്കാൻ പറ്റുമോ? കാരണം നമ്മൾ കുടിശ്ശികക്കാരാണ്. യൂണിയൻ പ്രസിഡന്റ് KB ഹനീഫ് അധ്യക്ഷത വഹിച്ചു. K. സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തി. കുമ്പളൻ രാജപ്പൻ, സക്രിയ ഫെർണാണ്ടസ്, VP താഹ, MD ആന്റണി, K. അംസാദ്, M. സലീം, KK ചെയ, ഷാലു സീവർ എന്നിവർ പ്രസംഗിച്ചു. അത് നമ്മൾ വരുന്ന കാലങ്ങളിൽ നടത്തുന്ന വലിയ പോരാട്ടത്തിന് നാന്ദി കുറിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ എല്ലാവരും കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. മേയർ 250 കോടി രൂപ നഗരസഭ കൊടുക്കാനാണ്. ആ പൈസ മേടിക്കാത്ത മേയറുടെ കഴിവുകൾ. നമ്മുടെ 11ാം ശമ്പള പരിഷ്കരണ കരാർ അനുസരിച്ച് 2022 ഏപ്രിൽ മാസത്തിൽ നമ്മുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക മുഴുവൻ തന്നു തീർക്കും. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.